ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിനത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഇന്ന് ഈ സമയത്ത് തിരുവചനത്തിൽ നിന്നൊരു ആത്മീയ ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സ്തോത്രം 119 സങ്കീർത്തനം അതിൻ്റെ 35 വാക്യം. സങ്കീർത്തനങ്ങൾ 119 അധ്യായം അതിൻ്റെ 35 വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ശ്രദ്ധിക്കുക, നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ആ കൽപ്പന പ്രകാരം ജീവിക്കുക എന്നത്. വാസ്തവത്തിൽ ദൈവഹിതമുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ച് ആ കുടുംബത്തിൽ സ്തോത്രം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാണ് അവ മുന്നോട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ വിളിച്ചു പോകട്ടെ, പഴയ നിയമ ഭക്തന്മാർ ഒത്തിരി വ്യക്തികൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചവരാണ്. പുതിയ നിയമത്തിലെ ചില ഭക്തന്മാരെയും ദൈവവചനപ്രകാരം അനുസരിച്ച് ജീവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ഭൂമി എന്ന് പറയുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു ജീവിതമാണ്. പക്ഷെ ഈ താൽക്കാലികമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നത്. ഇന്ന് സ്തോത്രം ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നു: ആരാണ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നത് അവരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്, അവരാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.